നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാൻ ഭീകരവാദികൾക്കും ഇവിടെ കേരളത്തിൽ ഭീകരവാദികളെ ന്യായീകരിക്കുന്നവർക്കും ഇപ്പോൾ കഷ്ടകാലത്തിൻ്റെ സമയമാണ് എന്ന് തോന്നുന്നു. പാകിസ്ഥാനിലാണെങ്കിൽ അജ്ഞാത ഭീകരവാദികളെ വെടിവെച്ച് കൊന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അമീർ ഹംസയെ വെടിവെച്ച് കൊന്നു. ലഷ്കർ ഇ തോയ്ബയുടെ സെക്കൻഡ് ഇൻ കമാൻഡനാണ് ഈ അമീർ ഹംസ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ചില്ലറക്കാരനല്ല അമീർ ഹംസ. അമീർ ഹംസയ്ക്ക് നേരത്തെയും ഇതേപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2023 ഇപ്പം ആളേകദേശം തട്ടിപ്പോവാൻ കണക്കിന് ഹോസ്പിറ്റലാണ്, മരിച്ചിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ മരണവാർത്ത എല്ലാവർക്കും അറിയാൻ പറ്റും. അമീർ ഹംസ മാത്രമല്ല, കുറച്ചധികം ഭീകരവാദികൾ ഈ അടുത്ത സമയത്തായിട്ട് പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. അത് പലരും ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരുന്ന ഭീകരവാദികൾ തന്നെയാണ്. എന്തായാലും പാകിസ്ഥാനി ഭീകരവാദികൾക്ക് ഇപ്പോൾ വലിയ കഷ്ടകാലമാണ്. ഇന്ത്യയിൽ ആക്രമണം നടത്താൻ വരുന്ന ഭീകരവാദികൾക്കും കഷ്ടകാലമാണ്. ഇനി കേരളത്തിൽ ഭീകരവാദികളെ ന്യായീകരിക്കുന്നവർക്കും കഷ്ടകാലമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പിന്നെ ഇവരുടെ എല്ലാം തൊലിക്കുള്ളിൽ നിന്ന് ഭീകരത ഇങ്ങനെ പുറത്ത് ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ് പല രീതിയിലായിട്ട്. മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന സ്ഥാപനം അതായത് വിഷു അടുപ്പിച്ച് കൃഷ്ണൻ മന്തി കഴിക്കുന്ന ഫോട്ടോയുമായിട്ടാണ് വന്നത്. വേറെ ആരും കിട്ടിയില്ല, കൃഷ്ണൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഭീകരവാദത്തിൻ്റെ നറേറ്റീവ്. ഇനി പിടിക്കപ്പെട്ട് കഴിഞ്ഞാലോ, അയ്യോ ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഈ ഡിസൈൻ പുറത്തുനിന്ന് വന്നവരാണ്, കുറച്ച് അബദ്ധം. ഇനി തുളസിത്തറയിൽ ചെന്ന് മൂത്രമൊഴിക്കുന്ന മറ്റൊരു ഈ ഭീകരതയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇയാൾ മാനസിക വിഭ്രാന്തിയുള്ളവർ. അങ്ങനെ പലതരത്തിലാണ് ഈ ഭീകരത വളർന്ന് പെരുകി വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും കാര്യങ്ങളിലേക്ക് കടക്കാം. അനൂപ് VR കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമത്തിൻ്റെ സമീപനത്തിനെതിരെ സംസാരിച്ച സമയം മുതൽ പരലോകമൊക്കെ അട്ടത്ത് വച്ച് പിന്നെ പച്ചത്തെറിയാണ്. പറച്ചിലിൽ പരലോകവും പ്രവൃത്തിയിൽ പരപുച്ഛവും എന്ന ഇവരുടെ ഈ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ ഇസ്ലാമോ ഫോബാകും. എന്നിൽ ഇസ്ലാമോ ഫോബിയ ഉണ്ടോ എന്ന് ലെൻസ് വെച്ച് നോക്കുന്ന പല ബുദ്ധിജീവികളും എന്നെ എച്ചിൽ ദീനിയാക്കുന്ന ജമാഅത്തുകാരൻ്റെ ഉള്ളിലെ ജാതിയെക്കുറിച്ച് സംസാരിക്കില്ല എന്നാണ് അനൂപ് PRൻ്റെ പരാതി. എന്തായാലും കോൺഗ്രസ്സുകാർ തന്നെ രംഗത്തിറങ്ങിയതിൽ വളരെ സന്തോഷം. ഇവർക്ക് ഇപ്പോഴെങ്കിലും പിടികിട്ടിയല്ലോ. അപ്പോൾ ജമാഅത്തുകാരൻ്റെ ഈ അനൂപ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ജമാഅത്തുകാരൻ്റെ സങ്കടം അണപൊട്ടിയിട്ടുണ്ട്. ഹിലാൽ ബാബു എന്ന് പറയുന്ന ആളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അടുത്തിടെ കാണുവാനിടയായിട്ട്, ഫേസ്ബുക്ക് ഭയങ്കര ആക്ടിവിസ്റ്റൊക്കെയാണ് അദ്ദേഹം എന്ന് തോന്നുന്നു, നിരന്തരം പോസ്റ്റുകളൊക്കെ ഇടാറുണ്ട്. എന്നാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് ആ പച്ചത്തറി, നമ്മുടെ ഈ അനൂപ് VRൻ്റെ ആ പച്ചത്തറി കണ്ടുപിടിക്കാനായി അനൂപ് FB മുഴുവൻ 2 റൗണ്ട് തപ്പി. അതായത് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞ തെറിവിൽ കണ്ടുപിടിക്കാനായിട്ട് അനൂപ് 2 റൗണ്ട് തപ്പി. യാതൊന്നും കണ്ടുപിടിക്കാത്തത് കൊണ്ട് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 4 റൗണ്ട് ഓടി തിരികെ പോന്നു. അനൂപ് ഇസ്ലാമോഫോബാണെന്ന അഭിപ്രായമൊന്നും ഇവിടെ ആർക്കും ഇല്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ CP ഉന്നയിച്ച ചോദ്യം ഏതായാലും വാലിഡാണ്. ഞാൻ താങ്കളെ വിമർശിക്കുമ്പോൾ അതിന് പിന്നിൽ ദാവൂദ് ചളിക്കലാണെന്ന് സ്വയം തീരുമാനിക്കുന്നതും ദാവൂദിനെ എൻ്റെ അതോറിറ്റിയാക്കുന്നതും ഇതേ നടപ്പുശീലത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ CP ആണ് ഇദ്ദേഹത്തെ വിമർശിച്ചത്. അതിൻ്റെ പിന്നിൽ ദാവൂദാണെന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ചതാണ്. മീഡിയ വണ്ണിനെ നിങ്ങൾ എന്തിനെ ജാതീയമായി അധിക്ഷേപിക്കുന്നു, മതപരമായി അധിക്ഷേപിക്കുന്നു? പറഞ്ഞതൊരു വ്യക്തിയല്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് പ്രബോധനം വന്നത്, പരലോകം വന്നത്, മതപരമായ സാങ്കേതികത വന്നത് എന്നൊക്കെ ചേർത്തുകൊണ്ട് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹിലാൽ. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കോൺഗ്രസ്സുകാരനും കിട്ടേണ്ടത് കിട്ടി. പക്ഷേ ബോധിക്കാത്ത ചിലരുണ്ട് കേട്ടോ. TCSൽ നടന്ന സംഭവത്തിനെ പോലും ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് സന്നദ്ധത പൂണ്ട് നിൽക്കുന്ന അത്തരത്തിൽ അറുപിന്തിരിപ്പൻ എന്നല്ല, ഭീകരവാദിയിലെ കയ്യിലെ കാശ് എന്തോ ഇദ്ദേഹം പറ്റിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്പൂതിരിക്കോലം കെട്ടിയ ഒരു മനുഷ്യനെന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. കാരണം മനുഷ്യർക്ക് സങ്കടം തോന്നും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് പറയാൻ അറപ്പ് തോന്നുന്നു. അതുകൊണ്ട് പേര് പറയുന്നില്ല. അതുകൂടെ ഇദ്ദേഹം ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച് ഏതറ്റം വരെയും താഴും, എങ്ങനെ വേണോ മുട്ടിലഴയും. അങ്ങനെ അത്തരത്തിൽ ഒരു ഉളുപ്പുമില്ലാത്ത ജന്തുവിൻ്റെ പേരെന്തായാലും പറയുന്നില്ല. അതിൽ നിന്ന് അടുത്ത ഇതിലേക്ക് പോകുന്നു. എന്തായാലും അമീർ ഹംസയ്ക്ക് കഷ്ടകാലത്ത് ചെന്ന് ചാടാൻ പറ്റിയത് എന്തായാലും കൊള്ളാം. അമീർ ഹംസയുടെ മാത്രമല്ല, ഈ അടുത്ത സമയത്ത്
ജീവൻ നഷ്ടപ്പെട്ടു പോയ ചില അജ്ഞാതർ കൊലപ്പെടുത്തിയ ചില ഭീകരവാദികളുടെ പേര് കൂടി ഓർമ്മിപ്പിക്കാം. അതിൽ ബിലാൽ ആരിഫ് സലഫി ലഷ്കർ ഇ തോയ്ബയുടെ ഫൗണ്ടറാണ് കേട്ടോ. പിന്നെ അബൂ ഖത്തൽ ലഷ്കർ ഇ തോയ്ബയിൽ നിന്നാണ്. പിന്നെ ഷാഹിദ് ലത്തീഫ് ജയ്ഷി മുഹമ്മദാണ്. സൈഫുള്ള ഖാലിദ് ലഷ്കർ ഇ തോയ്ബയാണ്. ഇനി റിയാസ് അഹമ്മദ് അലിയാസ് അബു ലഷ്കർ ഇ തോയ്ബയാണ്. ഇനി റസഉള്ള നിസാമനി ലഷ്കർ ഇ തോയ്ബയാണ്. ഇനി ബഷീർ അഹമ്മദ് പീർ ഹിസ്ബുൾ മുജാഹിദിനാണ്. ഇനി മൗലാന ഖാഷിഫ് അൽ ഹാഫിസ് സയ്യിദാണ്. ഹാഫിസ് സയ്യിദിൻ്റെ ഹാഫിസ് സയ്യിദ് നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഭീകരവാദികൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാനിൽ എന്നുള്ളതാണ്. എന്തായാലും പാകിസ്ഥാനും ഭീകരവാദികളും ആഗോളതരത്തിലുള്ള ഭീകരവാദികളും ഇന്ത്യയെ ആക്രമിക്കുവാൻ പോകുന്ന ഭീകരവാദികളും അങ്ങ് ഇറാനിലെ ഭീകരവാദികൾക്കും ഇനി ഹമാസിനും ആഗോളതലത്തിൽ ഭീകരവാദികൾക്ക് അപ്പിടി നഷ്ടം വരുന്നൊരു സമയമാണ്. എന്തായാലും കാര്യങ്ങൾ കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. പാകിസ്ഥാനിൽ ഇങ്ങനെ ഭീകരവാദികൾ പെരുകി പാകിസ്ഥാനിലെ ഭീകരവാദികൾ ഓരോന്നായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ പറയാതെ പോകുന്നത് മോശമല്ലേ? ആടിമുടി കടത്തിൽ മുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ഒരു ഭീകരവാദത്തിൻ്റെ ഓപ്പറേഷൻ നടത്തണം. പക്ഷേ ഭീകരവാദത്തിൻ്റെ ഓപ്പറേഷൻ നടത്താൻ പോകുമ്പോൾ അണിയറയിലെ ഭീകരവാദികളെല്ലാം കൊല്ലപ്പെട്ടു പോകുന്നു. ഓരോരുത്തരായിട്ട്. അതായത് ഇന്ത്യയെ ലക്ഷ്യം വെച്ച് അവരാരെയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ അവരെല്ലാവരും തട്ടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ഏകദേശം കുറഞ്ഞ ഓപ്പറേഷൻ ഒന്നും അല്ല കേട്ടോ. 5000-ഓളം പാകിസ്ഥാനികളെയാണ് ലഷ്കർ ഇ തോയ്ബ തയ്യാറാക്കി നിർത്തിയത്. ഈ 5000-ഓളം ഭീകരവാദികളെ കൊണ്ട് ലഷ്കർ ഇ തോയ്ബ ഇന്ത്യയിലേക്ക് ഒരു മുംബൈ മോഡൽ ഭീകരാക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടിട്ട് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുവാൻ പോയപ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ ഫൗണ്ടേഴ്സ് അടക്കമാണ് അങ്ങ് അടിച്ച് തീർക്കപ്പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനി പാകിസ്ഥാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ കഷ്ടമാണ്. നമ്മൾ നേരത്തെ തന്നെ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട് കയ്യിൽ കാശുമില്ല. ഇനി മധ്യസ്ഥ ചർച്ചയ്ക്ക് പോയപ്പോൾ അവിടുന്ന് അപമാനിതരായി തിരിച്ചു വേണ്ടി വന്നു. ഇസ്രായേൽ പറഞ്ഞു ഈ ഭീകരവാദിയുടെ അടുത്ത് ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു. അമേരിക്കയാകട്ടെ, അമേരിക്ക ഇതിനോടകം തന്നെ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു ഗ്ലോബൽ ടെററിസ്റ്റ് സംഘടനകളുടെ രാജ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഈ അമേരിക്ക പറഞ്ഞത് കേട്ടിട്ട് അമേരിക്കയുടെ വാലാട്ടിയായിട്ട് നടക്കാൻ പറ്റുന്ന ഒരാരെങ്കിലും വേണമല്ലോ. അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത് അസീം മുനീറിനെ സെലക്ട് ചെയ്ത് നേരെ എങ്ങോട്ട് അയച്ചു? ഇറാനിലേക്ക് അയച്ചു. ഇറാനുമായിട്ട് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ഇൻവൈറ്റൊക്കെ കൊടുത്തു. ആദ്യമൊന്നും അവരും സമ്മതിച്ചില്ല. ഇനി പല കോപ്പൊക്കെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വിളിച്ചു. ഇങ്ങനെ ഇസ്ലാമാബാദിൽ വിളിച്ചു. സെറീന ഹോട്ടലിൽ വെച്ചിട്ടാണ് ചർച്ച. പക്ഷേ സെറീന ഹോട്ടലിൽ ബില്ലടയ്ക്കാൻ പോലും പാകിസ്ഥാൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ പാകിസ്ഥാനിൽ അവിടെയും കാശില്ലാതെ അങ്ങനെയും കൂടി നാണം കെട്ടു. മൊത്തത്തിൽ അടപടലം തെണ്ടിത്തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ചർച്ചയും കൂടെ അലസിപ്പോയപ്പോൾ പിന്നെ മാറ്റമൊന്നുമില്ല. പാകിസ്ഥാന് തെണ്ടുകയല്ലാതെ ഇനി ചർച്ച എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലെത്തുമെന്നും ഒരു ഉറപ്പുമില്ല. കാരണം ഇത് ഒത്തുതീർപ്പിലെത്തണമെങ്കിൽ ആര് തീരുമാനിക്കണം? ഇസ്രായേൽ തീരുമാനിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ വാക്കിനുറപ്പില്ലാത്ത നട്ടലിനുറപ്പില്ലാത്ത ട്രംപ് വിചാരിച്ചാലൊന്നും ഇത് നടപ്പിലാകുന്ന വസ്തുതയിൽ നടപടിയാകുന്ന ഒരു കേസുമല്ല. അപ്പം ഇസ്രായേൽ വിചാരിച്ചാൽ മാത്രമേ ഈ ചർച്ച പോലും നടപ്പിലാക്കുവാൻ പറ്റുള്ളൂ. അങ്ങനെ അതും അലസിപ്പിരിഞ്ഞ് പാകിസ്ഥാൻ അടിമുടി കഷ്ടത്തിലായിരിക്കുമ്പോഴാണ് അമീർ ഹംസയെ പോലുള്ള ആൾക്കാർ പോലും ഇങ്ങനെ കൊല്ലപ്പെട്ട് നാണം കെട്ട് പാകിസ്ഥാൻ അടിമുടി തൊലിയുരിഞ്ഞ് നിൽക്കുന്നത്. എന്തായാലും അതൊരു സ്ഥലത്തൂടെ നടക്കട്ടെ. ഇങ്ങ് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഭീകരവാദികളുടെ അവസ്ഥ ഇതാണ്. ഭീകരവാദികൾ പെട്ടെന്ന് തന്നെ പുറത്ത് ചാടുന്നുണ്ട്. എന്തായാലും ഹോട്ടലുകാരൻ്റെ രൂപത്തിലായാലും ഇനി മറ്റേതെങ്കിലും രൂപത്തിലായാലും പെട്ടെന്ന് തന്നെ പുറത്ത് ചാടുന്നുണ്ട്. അവരെ കള്ളി വെളിച്ചത്താകുന്നുണ്ട്. മാപ്പ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. മാപ്പ് പറഞ്ഞാൽ എന്തെങ്കിലും വിഷയമുണ്ടോ? കാരണം ഇവിടുത്തെ ഹൈന്ദവ ദേവതാ സങ്കല്പങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ട് എന്തിനാണ് മാപ്പ് പറയുന്നത്? ഇനി TCS-ൽ നടക്കുന്ന വിഷയമായിക്കോട്ടെ. TCS-ൽ അതിക്രൂരമായ സംഭവമാണ് നടന്നത്. ഇപ്പോഴെങ്കിലും കണ്ടെത്തിയത് വളരെ വലിയ കാര്യമാണ്. പക്ഷേ അടപടലം പൂട്ടും. ഈ രാജ്യത്താകമാനുള്ള എല്ലാ IT ഫോമുകളിലും നിങ്ങൾ ഈ രീതിയിലുള്ള വലകൾ വിരിച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷേ പൊക്കാൻ വേണ്ടിയിട്ട് സംഘങ്ങൾ റെഡിയാണ്. കേന്ദ്രസേന ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും എവിടെ തിരിഞ്ഞാലും നിങ്ങളെ പൂട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിലെ ഭീകരവാദികൾക്കും ഇനി അധികം ആയുസ്സൊന്നുമില്ല. ഇവിടെ ഈ തൊട്ടിലിനെ കിടന്ന് ഇനി വളർന്ന് പെരുകി വരാമെന്നും ആരും ധരിക്കേണ്ട. ഇവിടെ നിന്ന് ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ആൾക്കാർക്കും ഉടൻ തന്നെ പിടി വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. 100% ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.